ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ആറാട്ടുതൊണ്ണനെ കുറിച്ച് പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ ആറാട്ടുതൊണ്ണനെതിരെ സൈബർ ബുള്ളിങ് വരുന്നു എന്ന് പറഞ്ഞ് ആറാട്ടുതൊണ്ണൻ വളരെ വിഷമത്തിലാണ്. സാബുമോൻ തന്നെ അടിക്കുമെന്ന് പറഞ്ഞത് വളരെ മോശമായിപ്പോയി, അതിൽ തനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ ഈ പുള്ളി പറയുന്നുണ്ട്. പുള്ളി അറിയാതെയാണ് അത്ര പുള്ളി വൈറലായത്. സംഭവം ശരിയാണ്. ആ ഒരു മോഹൻലാലിൻ്റെ ആ ഒരു സിനിമ വന്നപ്പോൾ തന്നെയാണ് പുള്ളി അപ്രതീക്ഷിതമായിട്ടാണ് പുള്ളി വൈറലായത്. അതിനുശേഷം ഈ അണ്ണന് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ തിയേറ്ററിൽ വന്നിട്ട് ഈ റിവ്യൂ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ ആറാട്ടുതൊണ്ണൻ ഇത് മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിക്കുന്നതല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. വരുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ തോളത്ത് കൈയിടണം, അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം. അത് 1-2 വട്ടമൊന്നുമല്ല, 3-4 പ്രാവശ്യം ഈ ഷേക്ക് ഹാൻഡ് കൊടുത്തവർക്കിടെ അടുത്ത് നിന്നുകൊണ്ട് വീണ്ടും ഷേക്ക് ഹാൻഡിനായിട്ട് കൈ നീട്ടുമ്പോൾ ആരായാലും ഇത്തരത്തിൽ പ്രതികരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ സാബുമോൻ പറഞ്ഞത് അത്ര കൂടുതലൊന്നുമല്ല. പിടിച്ച് 2 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാളുടെ ഈ ഒരു വട്ടുകളിയൊക്കെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആറാട്ടുതൊണ്ണനെ അവിടെ വരുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്കും ഷേക്ക് ഹാൻഡിനായാലും തോളത്ത് തട്ടാനായാലും എരികേറ്റി പറഞ്ഞു വിടുന്നത് അവിടെ വരുന്ന ഓൺലൈൻ ചാനലുകാരാണ്. ഇയാൾക്ക് പടം കണ്ടിട്ട് റിവ്യൂ മാത്രം പറഞ്ഞാൽ പോരെ? എന്തിനാണ് ഈ ആർട്ടിസ്റ്റുകൾക്കിടെയൊക്കെ തോളത്ത് തട്ടാനും ഷേക്ക് ഹാൻഡ് കൊടുക്കാനും ഒക്കെ ചെല്ലുന്നത്? താല്പര്യമുള്ളവർക്ക് കൊടുത്താൽ പോരെ? എല്ലാവർക്കിടെയും തോളത്ത് തട്ടുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അതിനെതിരെയാണ് സാബുമോൻ പ്രതികരിച്ചത്. അതൊരിക്കലും കൂടുതലല്ല, അത് അത്യാവശ്യമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് തനിക്കെതിരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് ആളുകളെ വേദനിപ്പിച്ചിട്ട് രസിക്കുന്ന ഒരു തലമുറയാണ്, സാഡിസ്റ്റുകളാണ് എന്നൊക്കെയാണ് ആറാട്ടുതൊണ്ണൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തിനാണ് ഇതിനൊക്കെ നിന്നു കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ആറാട്ടുതൊണ്ണന് ഈ തിയേറ്ററിലേക്ക് വരാണ്ടിരുന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. ഇയാൾക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണം. ആരും അയാളെ ട്രോളാനും ഒന്നും പറയാനും പാടില്ല. ഇതുപോലത്തെ കോമാളിത്തരം കാണിച്ചാൽ എങ്ങനെ സൈബർ ബുള്ളിങ് വരാതിരിക്കും? ഇയാൾ താൻ കോമാളിയല്ല എന്ന് കാണിക്കാനായിട്ട് ഒത്തിരി പെടാപ്പാടൊക്കെ പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. കാരണം ഇയാൾ എന്ത് ചെയ്താലും ആളുകൾ കോമാളിത്തരമായിട്ട് മാത്രമേ കാണുള്ളൂ. അപ്പം എൻ്റെ ചോദ്യം, എന്തിനാണ് ഇതിനൊക്കെ നിന്നു കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലത്തെ കോമാളിത്തരം കാണിച്ചാൽ എങ്ങനെ സൈബർ ബുള്ളിങ് വരാതിരിക്കും? ഇയാൾ താൻ കോമാളിയല്ല എന്ന് കാണിക്കാനായിട്ട് ഒത്തിരി പെടാപ്പാടൊക്കെ പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. കാരണം ഇയാൾ എന്ത് ചെയ്താലും ആളുകൾ കോമാളിത്തരമായിട്ട് മാത്രമേ കാണുള്ളൂ. ഈ ആറാട്ടുതൊണ്ണന് വരുന്ന എല്ലാ നടിമാരോടും പ്രേമമാണത്രേ. നിത്യാമേനോനോട് പ്രേമം, ഐശ്വര്യലക്ഷ്മിയോട് പ്രേമം. ഐശ്വര്യലക്ഷ്മി ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോയിട്ട് മൈൻഡ് ചെയ്തതേ ഇല്ല. പിന്നെ ഏതോ ഒരു ചാനലിലെ ആങ്കറോടൊക്കെ എന്നെ കാണാൻ എങ്ങനെയുണ്ട്, എന്നെ പറ്റി എന്താണ് അഭിപ്രായം, ഇങ്ങനെയൊക്കെയാണ് ഈ ആറാട്ടുതൊണ്ണൻ ചോദിക്കുന്നത്. ഇയാൾക്ക് കാണാൻ കൊള്ളാവുന്ന എല്ലാ പെണ്ണുങ്ങളോടും വൺ സൈഡ് ലവാണ്. ഇത്തരത്തിലുള്ള സ്വഭാവം വെച്ച് നടന്നാൽ എങ്ങനെ പെണ്ണുങ്ങൾ പ്രേമിക്കും? നിങ്ങൾ പറ. നിത്യാമേനോന് സഖി കെട്ടിട്ട് ഈ അണ്ണനെ ബ്ലോക്ക് ആക്കിയിട്ടാണ് മെസ്സേജ് അയച്ചു, എന്നെ ഇനി ഡിസ്റ്റർബ് ചെയ്യരുതെന്നും പറഞ്ഞ് നിത്യാമേനോന് ഇയാൾക്ക് തിരിച്ച് മെസ്സേജ് അയച്ചിട്ടാണ് ഇത് നിന്നത്. അതുപോലെ തന്നെ പേളിമാണിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേളിമാണി ബ്ലോക്ക് ചെയ്തു. മഞ്ജു വാര്യരെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞ്. എല്ലാ നടിമാരെ പറ്റി ഇങ്ങനെ പറയുമ്പം ശരിക്കും സാബുമോൻ പറഞ്ഞ പോലെ പിടിച്ച് 2 കൊടുത്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ആറാട്ടുതൊണ്ണൻ എന്ന് പറയുന്ന ഈ ചെറ്റയ്ക്ക്. അപ്പോൾ ഇതിനു മുമ്പ് ബാലയും ചെറുത്താനും ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ ഈ ആറാട്ടണ്ണൻ്റെ റോള് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇയാൾ അവിടെ ഒരു വിധം പറയും, ഇവിടെ വന്നിട്ട് വേറൊരു വിധം പറയും. അപ്പോൾ ഇയാൾ എന്താണ് ചെയ്യേണ്ടത്? ഇയാൾ വലിയ എൻജിനീയറാണ്, ഫിലോസഫറാണ് എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ 10 പൈസയുടെ വിവരം ഈ ആറാട്ടുതൊണ്ണനില്ല. ഇയാൾക്കെതിരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഇയാൾക്ക് തിയേറ്ററിലേക്ക് വരാതിരിക്കാം. ഇയാൾക്ക് എല്ലാ പടത്തിൻ്റെ റിവ്യൂവും പറയണം. ആരും ഇയാളെ സൈബർ ബുള്ളിങ് ചെയ്യാൻ പാടില്ല. ഇയാൾക്ക് കണ്ട നടിമാരുടെ കൂടെയൊക്കെ പ്രേമിക്കണം. അതാണ് ഇയാളുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രേമം ഇയാളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും പുറത്തേക്ക് എടുക്കാനുള്ള ഒരു കഴിവുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഇപ്പോൾ സാബുമോൻ പറഞ്ഞ പോലെ തന്നെ നന്ദു എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റിനോട് ഇയാൾ വന്നിട്ട് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തോളത്ത് കൈയിടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നന്ദു താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവർക്കിടെയും തോളത്ത് തട്ടുമ്പോഴൊന്നും ചിലർക്കൊന്നും ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൂടി ഈ ആറാട്ടുതൊണ്ണൻ മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ വേറൊരു വീഡിയോ കണ്ടത്, ധർമ്മജൻ നിൽക്കുമ്പോൾ ഇയാൾ ചെന്നിട്ട് എന്തോ സംസാരിക്കാനോ ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ എന്തോ ശ്രമിച്ചിരുന്നു. പക്ഷെ ധർമ്മജൻ താല്പര്യമില്ലാത്ത പോലെ ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഇത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ തിയേറ്ററിൽ വെച്ചിട്ട് ധർമ്മജൻ
മാറിപ്പോകുന്ന ഒരവസ്ഥ. അപ്പം എന്തിനാണ് ഇയാൾ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇയാൾ ഈ റിവ്യൂ പറഞ്ഞിട്ട് ഈ ആർട്ടിസ്റ്റുകൾക്ക് കൈ കൊടുത്തുകൊണ്ട് ഇയാളും വൈറലാവാനുള്ള ശ്രമമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തിയേറ്ററിൽ വന്ന് റിവ്യൂ പറയുന്ന പരിപാടി ഇയാളെ കൊണ്ട് നിർത്താൻ പറ്റുമോ? ഈ റിവ്യൂ പറയുന്ന പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആറാട്ടുതൊണ്ണൻ എന്ന് പറയുന്ന ഈ ഊള ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഇയാളല്ല ചെയ്യുന്നത്, ഇയാളെ കൊണ്ട് ഓൺലൈൻ മീഡിയക്കാർ ചെയ്യിപ്പിക്കുന്നതാണ്. അവർക്ക് ഇയാളെ ഒരു കോമാളിയാക്കണം, അതിന് ഇയാൾ നിന്നു കൊടുക്കുന്നു.